ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കുട്ടീസിന് വേണ്ടി ഒരു ഹെൽത്തി സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവിലാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് ശർക്കര പാനിയാക്കി മാറ്റി വയ്ക്കാമേ, അരിച്ചു മാറ്റി വയ്ക്കണം. ശർക്കരയ്ക്ക് പകരം പനങ്കൽക്കണ്ടം ഉരുക്കി വെച്ചാലും മതി കേട്ടോ. ഇത് ശർക്കര പാനിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കാനും പറ്റും. പിന്നെ ഇതാ അവൽ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അവൽ നമുക്ക് ഒന്ന് വറുത്ത് വയ്ക്കാവേ. ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ടാണ് അവൽ വറുക്കുന്നത്. തേങ്ങയൊന്നും ഇടാതെയാണ് കേട്ടോ. തേങ്ങ ഇട്ട് വിളയിച്ചെടുക്കുന്നത് പോലെ അല്ലാതെ ശർക്കര പാനിയിലേക്ക് കുറച്ച് അവലിട്ടിട്ട് ഒന്നിനോട് തൊടാത്ത രീതിയിൽ വറുത്തെടുക്കണം. ഒരു 1/4 കപ്പ് ശർക്കര പാനിയിലേക്ക് 2 കപ്പ് അവലാണ് ഞാൻ ഇടുന്നത്. അതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അത് കുഴഞ്ഞു പോകുന്നുണ്ട്. കുഴഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് വീണ്ടും കുറച്ച് അവലും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി നോക്കാവേ. മധുരം നല്ല കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കി നമുക്ക് എടുക്കാവേ. അപ്പോൾ അവൽ നല്ല കട്ടിയായിട്ട് വരും. ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവലിടാം. ഞാൻ കുറച്ചും കൂടെ അവലിടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മധുരം കുറഞ്ഞിരിക്കും. അവലിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി എടുക്കണം, കരിഞ്ഞു പോവാത്ത രീതിയിൽ. ഞാനിതിലിപ്പോൾ ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് അവൽ വറുത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നമുക്കിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കും നമുക്ക് എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണേ. ഇപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ പൊട്ടി പോകും. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആകും. മോൻ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. ഒരു മിക്സ്ചർ പോലെ ഇരിക്കും. ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത്, കപ്പലണ്ടിയോ ബദാമോ ഏതാണെങ്കിലും, ഒരു 10-20 ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഒരേത്തപ്പഴം നന്നായിട്ട് പഴുത്തതെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. കാരണം പാല് ഞാൻ തണുപ്പിച്ചതല്ല എടുത്തിരിക്കുന്നത്, പുറത്ത് തന്നെ വെച്ച് റൂം ടെമ്പറേച്ചറിൽ എടുത്തിരിക്കുന്നതാണ്. നല്ല തണുത്ത പാലാണെങ്കിൽ അതും നല്ലതാണ്. കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് ആ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം വറുത്ത് വെച്ച അവലാണിത്. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതും ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കൾ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നൊരു അവൽ ബനാന സ്മൂത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം വറുത്ത് വെച്ച അവലിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ബനാന ഷേക്ക്, ബനാനയും പാലും കൂടെ മിക്സ് ചെയ്ത് അരച്ചത് ചേർക്കാം. വീണ്ടും അവലിട്ട് കൊടുക്കാം, നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബനാന അരച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്നിടവിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നല്ല തണുത്ത പാലാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ കട്ടിയായിട്ടിരിക്കും കേട്ടോ. അതായിരിക്കും നല്ലത്. അവലിൽ നമ്മൾ ശർക്കര പാനിയിൽ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വേറെ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മധുരം തന്നെ ധാരാളമാണ്. ഞാൻ വേറെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ സ്മൂത്തി ആയിട്ട് ബനാനയൊന്നും കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ച അവൽ വെറുതെ പാലിലിട്ട് കൊടുത്താലും നല്ലതാണ്. നമ്മൾ ചെറിയ മക്കൾക്ക് ചെറുതായിരിക്കുമ്പോൾ അതിങ്ങനെ കുതിർത്ത് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തിട്ട് അപ്പോഴും മാത്രം ഇട്ട് കൊടുക്കുക. നേരത്തെ ഇതിട്ട് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അവല പാലിൽ അലുത്തു പോകും. എപ്പോഴാണോ കുടിക്കുന്നത് അപ്പോൾ മാത്രം മക്കൾക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്